സ്ട്രെസ്സും ഉണക്കും ഒന്നാണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ട്രെസ്സും ഉണക്കും ഒന്നാണോ എന്നുള്ളതാണ്. വേനൽക്കാലത്താണ് സ്ട്രെസ് എന്ന വാക്ക് നമ്മളിൽ പലരും കൂടുതൽ കേൾക്കാറ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമാണ് സ്ട്രെസ്സും ഉണക്കും ഒന്നാണോ എന്നുള്ളത്. സ്വാഭാവികമായ വളർച്ചയെയും ഉൽപ്പാദനത്തെയും ബാധിക്കുന്ന ഏതൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴും ചെടികൾക്ക് സ്ട്രെസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മഞ്ഞുകാലത്തും കട്ടിയുള്ള മരുന്നടിക്കുമ്പോഴും കാലാവസ്ഥ മാറുമ്പോഴുമെല്ലാം ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുവെന്ന് കാർഷിക വിദഗ്ധർ പറയുന്നത്. ഓരോ സാഹചര്യത്തിലും സ്ട്രെസ് വരുമ്പോൾ പല രീതിയിലാണ് ചെടികൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറ്. ചൂട് കൂടുന്നത് കൊണ്ടുള്ള സ്ട്രെസ് വരുമ്പോൾ ചെടികൾക്ക് ഒരു വാട്ടം സംഭവിക്കുകയും പിന്നീട് ചൂട് കൂടുമ്പോൾ അത് ഉണക്കായി മാറുകയും ചെയ്യുന്നു. അതേസമയം മഞ്ഞുകാലത്ത് സ്ട്രെസ്സിന്റെ ലക്ഷണമായി കാണുന്നത് ചെടികൾക്ക് മരവിപ്പ് പോലെ കാണുകയും കട്ടിയുള്ള മരുന്നടിച്ചു കൊടുക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവുന്നതും പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോൾ കായ് സെറ്റിങ്ങിനും പൂവിടാനും താമസം വരികയും ഒക്കെയാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഉണക്കും സ്ട്രെസ്സും ഒന്നല്ല എന്നുള്ളത്. ചൂട് കൂടുമ്പോഴുള്ള സ്ട്രെസ്സിന്റെ ലക്ഷണമായി ആദ്യം വാട്ടം കാണിക്കുകയും പിന്നീട് അത് ഉണക്കായി മാറുകയുമാണ് ചെയ്യുന്നതെന്നും. അങ്ങനെയാണെങ്കിൽ ഈ വേനൽക്കാലത്ത് ചെടികളെ എങ്ങനെ സംരക്ഷിക്കാമെന്നും ഇതിനകം ഉണ്ടായ സ്ട്രെസ്സിൽ നിന്നും ചെടികളെ മോചിപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെ സ്വീകരിക്കുന്നുവെന്നും കമന്റ് ചെയ്യുക.